ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു കേട്ടോ. ഞങ്ങളും കുഴപ്പമില്ലാതെ പോകുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. ഓക്കെ, അപ്പം ഞങ്ങൾ ഇതേണ്ട രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ടുള്ളൊരു ടൈമായിട്ട് ഇത്. ഇനിയിപ്പം നമ്മുടെ ഒരു വെജിറ്റബിൾ സാലഡ് ഉണ്ടല്ലോ, ഞാൻ നേരത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾ നേരത്തെ സ്ഥിരമായിട്ട് കഴിക്കുന്നതായിരുന്നു. അപ്പം അതുണ്ടാക്കാമെന്ന് ഓർത്തിട്ട് രാവിലെ തന്നെ അതിനുള്ള പ്രിപ്പറേഷൻസിലാട്ടോ. പിന്നെ ഇനി കുറേ പരിപാടിയുണ്ട്. ആര്യക്കുട്ടൻ്റെ സ്കൂള് നാളെ തുറക്കുക, അതിൻ്റെ തലേ ദിവസത്തെ വീഡിയോ ആട്ടോ ഇത്. അപ്പോൾ സ്കൂളിലോട്ട് അവന് ലഞ്ച് ബോക്സ്, പിന്നെ അങ്ങനെ ഒന്ന് രണ്ട് സാധനം കൂടെ ഒക്കെ വാങ്ങാനുണ്ട്. അപ്പോൾ ലഞ്ച് ബോക്സ് വാങ്ങാനും ഒക്കെ ആയിട്ടൊന്ന് പോകണം പുറത്ത്. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ഡിമാർട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. ഡിമാർട്ടിൽ പോയപ്പോൾ ഒന്നും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അവിടെ ആണെങ്കിലും അതുപോലെ ഒടുക്കലത്തെ തിരക്കും കേട്ടോ, ഭയങ്കര തിരക്ക്. സ്കൂൾ ഓർക്കാറായോണ്ടായിരിക്കും. അപ്പം തിരക്കൊക്കെ കാണുമ്പോൾ ഇവിടെ ഒരാൾക്ക് ഇഷ്ടമില്ല ഇവനെ കയറി നോക്കാനൊക്കെ. അപ്പം ഞങ്ങളൊന്ന് കയറി കുറച്ച് നേരമൊക്കെ നോക്കിയിട്ട് പിന്നെ ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഡിമാർട്ടിൽ നിന്ന് പോകുന്നായിരുന്നേ. അപ്പോൾ ഇന്ന് വിശാൽ മാർട്ടിലൊന്ന് പോയി നോക്കാമെന്ന് ഓർത്ത്. ഇതിപ്പോൾ നാലാമത്തെ മറ്റോ ഈ ലഞ്ച് ബോക്സിന് വേണ്ടിയിട്ട് നാട്ടിൽ നിന്നൊന്ന് നോക്കി, പിന്നെ ഇവിടെ ഒന്ന് ഓൺലൈനിൽ നിന്ന് വരുത്തിച്ചു. ഇപ്പോൾ ഡിമാർട്ടിൽ പോയി, ഇനിയിപ്പോൾ വിശാലിലൂടെ ഒന്ന് പോയി നോക്കാമെന്ന് ഓർത്തേ. അപ്പം ഇതെന്നാന്ന് വെച്ചാണല്ലോ, ആദ്യക്കുട്ടന് ഇവിടെ വേറെ ആരും ഇല്ലാത്തതുകൊണ്ടായിരിക്കും എപ്പോഴും ഇങ്ങനെ കേട്ടോ. ഞാൻ എന്നോ ചെയ്യുമ്പോഴും എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് മാത്രമേ വെറുതെ ഇരിക്കുവാണെങ്കിൽ വിളിക്കത്തില്ലേ. അവ ഇങ്ങനെ വിളിച്ച് ഞാൻ അങ്ങോട്ട് നോക്കണം, തിരിഞ്ഞ് നോക്കുന്നിടം വരെ അമ്മയെ അത് കാണാൻ വേണ്ടി ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. ചില സമയം ഞാൻ ദേഷ്യപ്പെടും. അത്യാവശ്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് വെക്കുന്ന പോരെ, തിരിഞ്ഞും കൂടെ നോക്കണം. അങ്ങനെ ഒരു കാര്യമായിരുന്നു. എന്തിനോ വിളിച്ച് ഞാൻ കുറേ പ്രാവശ്യമൊക്കെ നോക്കി, പിന്നെ ഞാൻ ദേഷ്യപ്പെട്ടു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ പാവം തോന്നും. പിന്നെ അങ്ങനെയൊക്കെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ സാലഡ് അപ്പോഴത്തേനും വെന്തിട്ടുണ്ട്. സാലഡ് വേവാൻ വെച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ഈ വെജിറ്റബിൾസ് എല്ലാം കൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള വെജീസൊക്കെ എടുക്കാവേ. ഞാൻ ക്യാരറ്റ്, ക്യാപ്സിക്കം, പിന്നെ സവാള, പിന്നെ അത്രയൊക്കെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടി ഒരു 5 മിനിറ്റ് ഒന്ന് ആവിക്ക് വെച്ച് വെന്തിട്ട് ഇന്ന് നമ്മളൊരു പാനിനകത്തോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഇത് ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് ഇതോടിട്ട് ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് ആക്കിയെടുക്കുവാണ്. അതൊന്ന് അത്യാവശ്യം ഒന്ന് മൂത്തെന്ന് തോന്നുമ്പോഴത്തേനും അതിനകത്തോട്ട് മുട്ടയും കൂടെ ആവശ്യത്തിന് എത്രയാണോ അതുകൂടെ ചേർക്കും. ഇപ്പോൾ മുട്ട ഞാൻ അന്ന് ആ ഒരു കേടുമുട്ട കണ്ടേ പിന്നെ ഇങ്ങനെ മാത്രം ഒഴിക്കത്തുള്ളൂ കേട്ടോ. എനിക്കിത് അത് ഭയങ്കര ഓർക്കുമ്പോൾ തന്നെ അപ്പം അതേതായാലും മുട്ടയും 2 ഞാനിവിടെ ചേർത്ത്. ഞങ്ങൾക്ക് 3 പേർക്ക് കൂടെ, അപ്പോൾ 2 മതി. അപ്പോൾ അതുകൂടെ ചേർത്ത് എല്ലാം കൂടെ ഇച്ചിരി കുരുമുളക് പൊടിയും ഉപ്പും എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്നിങ്ങനെ സ്ക്രാമ്പിൾ ചെയ്ത് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ സാലഡാണ്. വെജിറ്റബിൾസ് ഒക്കെ കഴിച്ചിട്ട് കുറേ നാളായി. അപ്പോൾ ഇങ്ങനെയൊക്കെ ആകുമ്പോഴേ കഴിക്കത്തുള്ളൂ. അപ്പോൾ അതങ്ങ് റെഡിയാക്കി. നമുക്ക് രാവിലെ ദോശയായിരുന്നു. ദോശയെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ വെജിറ്റബിൾ കഴിച്ചിട്ട് കുറേ ആയി. ഇപ്പോൾ സാമ്പാറൊക്കെ കഴിച്ചെന്ന് പറഞ്ഞാലും അതിനകത്തുനിന്ന് എല്ലാം പിറക്കി കളയും, കഷ്ണമൊന്നും കഴിക്കത്തില്ല. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ ഇച്ചിരിയൊക്കെ ആദ്യം കഴിച്ചോളും. അങ്ങനെ അതെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് റെഡിയായി കേട്ടോ. ഇന്നലെ തന്നെ ഇന്ന് പോകണം എന്നുള്ളൊരു ചിന്തയിലായിരുന്നുകൊണ്ട് കാര്യങ്ങളെല്ലാം നേരത്തെ തന്നെ ചെയ്തു. പിന്നെ ഈ വിശാൽ മാർട്ടിൽ പോകാൻ എനിക്ക് വലിയ ഇഷ്ടം കേട്ടോ. അവിടെ നല്ല ചീപ്പ് റേറ്റ് സാധനങ്ങൾ കിട്ടുമേ. അപ്പോൾ എനിക്കാണെങ്കിൽ വലിയ ഇഷ്ടം അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഒന്നും എടുത്തില്ലെങ്കിലും പോലും ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് മാത്രമേ അങ്ങോട്ട് പോകാറുള്ളൂ. പണ്ടൊക്കെ വിശാലിലായിരുന്നു പോകുന്നത്. പിന്നെ ഇവിടെ ക്വാളിറ്റി ഇല്ലാത്ത സാധനമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് തന്നെ കൊണ്ടുപോകത്തില്ലായിരുന്നു. പിന്നെ എന്നാണേലും വിശാലിൽ പോകേണ്ട ഒരു ചാൻസ് കിട്ടി. നമ്മൾ ബൈക്കിലാണ് കേട്ടോ പോകാൻ ഇറങ്ങിയത്. അപ്പം ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേനും ഇവിടെ ഇരുന്നുകൊണ്ട് ഒരാൾ പറയുന്നുണ്ട്, കൈ നീട്ടി പിടിച്ച ഫോണൊക്കെ എല്ലാവരുടെയും കയ്യിലിരിക്കുമെന്നൊക്കെ. അപ്പം ഞാൻ സൂക്ഷിച്ചും കണ്ടുമൊക്കെ പിടിച്ചേക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ അങ്ങനെ ഒരു കുഴപ്പമുണ്ട് കേട്ടോ. ഒന്നാമത്തെ ഭയങ്കര ട്രാഫിക്, ഇതിലെല്ലാം വണ്ടി 2 സൈഡിൽ നിന്ന് കേട്ടോ കയറി പോകുന്നുണ്ട്. ഭയങ്കര സൂക്ഷിച്ചാണ് ഇതിലെ വണ്ടി ഓടിക്കാൻ. അതൊന്ന്. പിന്നെ നമ്മൾ നിമിഷ നേരം കൊണ്ടായിരിക്കും ചിലപ്പോൾ കയ്യിൽ നിന്ന് ഫോണൊക്കെ പോകുന്നത്. അത്രയ്ക്കും നമ്മൾ പിടിക്കണം. അപ്പോൾ ഞാൻ ഏതായാലും സൂക്ഷിച്ച് പിടിച്ച് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ കേട്ടോ വിശാൽ മാർട്ട്, അധികം ദൂരമൊന്നുമില്ല. അപ്പോൾ വിശാലിൽ അങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. പണ്ട് എപ്പോഴോ ഇവിടെ വന്നപ്പം നമുക്കിതുപോലെ പാർക്കിങ്ങിന് സ്ഥലം കിട്ടിയില്ല, അങ്ങനെ പോയി ഇവിടുന്ന് കയറാതെ. അത് പിന്നെ ഇങ്ങോട്ട് വന്നിട്ടുമില്ല. ഇത് ചെറുതായിട്ടോ. ഇവിടെ വിശാൽ മാർട്ട് ഒത്തിരി ഉണ്ട്, ബാംഗ്ലൂർ ഡിമാർട്ട്, വിശാൽ മാർട്ട് ഒക്കെ. അപ്പോൾ നമ്മുടെ ഇത് ഇപ്പോൾ അടുത്തുള്ളത് ഒത്തിരി വലുതൊന്നുമല്ല, ചെറുതാട്ടോ.
അപ്പം ഞങ്ങൾ ദേ നേരെ ആദ്യക്കുട്ടനുള്ള ലഞ്ച് ബോക്സ് ആട്ടോ തപ്പുന്നത്. എവിടെ ഇരിക്കുന്നതെന്നൊന്നും അറിയത്തില്ല. അപ്പം തേടി തേടി ഇങ്ങനെ നടക്കും കേട്ടോ. അപ്പം ദേ ആദ്യക്കുട്ടന് അയ്യോ ഈ ഒരു വണ്ടിയില്ലേ, ആ ബ്ലൂ കളർ ടാങ്കർ, അവന് അത് എത്ര കിട്ടിയാലും പറ്റത്തില്ല. അതൊരു 4 5 ഇവിടെ ഇരിപ്പുണ്ട്. പണ്ടൊക്കെ കയറുമ്പോൾ വാങ്ങുന്നതാണ്. അപ്പോൾ സാറ് വീണ്ടും അതേലൊന്ന് നോക്കിയത് വേണ്ടെങ്കിൽ പോരാൻ ഞാൻ കയ്യോടെ പിടിച്ചോണ്ട് പോകുന്നു പിന്നെ അവിടുന്ന്. അപ്പോൾ സാധനങ്ങളൊക്കെ ദേ ഇവിടെ കിടപ്പുണ്ട്. പിന്നെ അയ്യോ ഈ ഒരു ടോയ് ഇതെനിക്ക് കണ്ടിട്ട് ഭയങ്കര കൊതി വന്നു. എനിക്ക് ഈ പിങ്കിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് മേടിച്ച് തരാമോ എന്ന് ഞാൻ ചോദിച്ചതാണ്. അപ്പോൾ ഞാൻ തമാശ ചോദിച്ചാന്ന് ഓർത്തായിരിക്കും, എനിക്ക് മേടിച്ച് തന്നില്ല. വീട്ടിൽ വന്നിട്ടും അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു ഞാൻ ചുമ്മാ ചോദിച്ചതാണെന്ന് ഓർത്തേന്ന്. പക്ഷേ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അതിന് 300 രൂപ എങ്ങാണ്ട് ഉണ്ടായിരുന്നുള്ളൂ. ഭയങ്കര വിലക്കുറവാണ്. ഇതിലും വില കൂടുതലാണ് ഡിമാർട്ടിൽ, ഇതിലും ചെറിയ സാധനങ്ങൾക്ക്. അങ്ങനെ അതെടുത്തു. പിന്നെ ആ സ്റ്റൂളിനൊക്കെ നിസ്സാര വില ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ആരക്കുട്ടൻ്റെ നമ്മൾ അവിടെ നിന്നാണ് ലഞ്ച് ബോക്സ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ടീഷർട്ട് ഞാൻ പണ്ട് കയറുമ്പോൾ ഇവിടെ നിന്നായിരുന്നു ഇങ്ങനത്തെ വീട്ടിൽ ഇടുന്ന ബനിയനുകളെല്ലാം വാങ്ങുന്നത്. 99 രൂപ 90 രൂപയൊക്കെ ഉള്ളായിരുന്നു. പിന്നെ കുറേ ബാഗുകൾ. അപ്പം അച്ഛനും മോനും ബില്ലടിക്കാൻ പോകുന്ന സമയത്ത് ഞാൻ ഇതുപോലെ പോയി ബാക്കി സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങി നോക്കും കേട്ടോ. ബാഗ് ഇതൊക്കെ മേടിച്ചില്ലെങ്കിലും എനിക്ക് വലിയ ഇഷ്ടം. എന്തൊക്കെയുണ്ടെന്നൊന്ന് കണ്ട് വെച്ചിട്ട് പോകാൻ. പിന്നെ എപ്പോഴേലും വരുമ്പോഴത്തേനും നേരെ പോയി എടുക്കാമല്ലോ. സെക്ഷനൊക്കെ കണ്ടൊന്ന് വെച്ചിട്ട് പോവുകയാണ്. അങ്ങനെ അവിടുന്ന് ദേ വേണ്ടതൊക്കെ മേടിച്ച് ഞങ്ങൾ വേണ്ട വീട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ. എനിക്കാണെങ്കിൽ ആ പാവക്കുട്ടി എടുക്കാനായിട്ട് നല്ല സങ്കടമുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല. എന്നാലും അതിനെ കണ്ടപ്പോൾ ഭയങ്കര ക്യൂട്ട്. അതിന് അത്രയും വിലയുള്ളൂ താനും. അങ്ങനെ ഞങ്ങൾ നേരെ വന്ന് ചോറിനാൻ നേരമായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് വെയിൽ കൊണ്ട് വന്നിട്ടും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഓരോ കട്ടൻ കാപ്പി കുടിക്കേണ്ട ഒരാഗ്രഹം. അപ്പോൾ അതേണ്ട വന്ന വഴിക്ക് തന്നെ ഞാൻ 2 കാപ്പി എടുത്തോട്ടെ. ആരെക്കുട്ടിന് കൊടുത്തില്ല. അപ്പോൾ നമ്മൾ അവിടുന്ന് വന്നപ്പോൾ ബിസ്ക്കറ്റും മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാപ്പിയും ബിസ്ക്കറ്റും കഴിക്കാൻ വേണ്ടിയിട്ട് എനിക്കും ഒരാഗ്രഹം. അപ്പം ഞങ്ങൾക്ക് 2 പേർക്കും ഉണ്ടല്ലോ ഈ കാപ്പി ചായയൊക്കെ നോർമലി നമ്മൾ രാവിലെ കുടിക്കും, വൈകുന്നേരം കുടിക്കും, അങ്ങനെയൊക്കെയാണല്ലോ. പക്ഷെ ഞങ്ങൾക്ക് ഇങ്ങനെ ഇടനേരത്ത് കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാട്ടോ, എനിക്കും ഹസ്ബൻഡിനും. ആദ്യകൂട്ടന് പക്ഷേ കാപ്പി ഇഷ്ടമില്ലട്ടോ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഓർത്ത് അവന് കാപ്പി ഇഷ്ടമായിരിക്കും ഓർത്ത. പക്ഷെ ഞാൻ ശകലം ചോദിച്ച്, ഞാൻ അങ്ങോട്ട് ചോദിച്ചപ്പോഴത്തേനും ഒരു കുടിച്ചിട്ട് വേണ്ടെന്ന് പറഞ്ഞു. അപ്പം എനിക്കൊരു സമാധാനം. അവൻ ഏതായാലും കാപ്പിയൊന്നും വലിയ താല്പര്യമില്ല. അങ്ങനെ കാപ്പിയൊക്കെ കുടിച്ചിട്ട് പിന്നെ ഞങ്ങളിന്ന് ചോറിന് കറിയൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. ചോറ് ഇരിപ്പുണ്ടായിരുന്നു തലേ ദിവസത്തെ വെച്ചത്. അപ്പോൾ കിഴങ്ങ് മെഴുക്കുവരട്ടിയും ചമ്മന്തിയും പിന്നെ തൈരും അത് മതിയെന്ന് പറഞ്ഞു കേട്ടോ. ഞാൻ രക്ഷപ്പെട്ടു. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇരുന്ന കിഴങ്ങെല്ലാം എടുത്ത് ചിരണ്ടി ഈസി ആയിട്ടൊരു മെഴുക്കുവരട്ടിയാക്കിയേ. ഞങ്ങൾ വിശാൽ മാർട്ടിൽ പോയിട്ട് വാങ്ങിച്ച സാധനങ്ങളാണ് ഇതൊക്കെ. ഇപ്പോൾ എല്ലാം കാണാറുണ്ട്. ഇത് ആദ്യകൂട്ടാൻ അവിടെ ചെന്നപ്പോ തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് ഒരു ഐസ്ക്രീം മോൾഡ്. ഇത് എന്നതിനും അറിയത്തില്ല. ഇതിന്റെ യൂസ് പോലും അറിയത്തില്ല. എന്തോ ടോയ് ആന്ന് ഓർത്ത് അവിടെ ചെന്നപ്പോ തൊട്ട് വേണമെന്ന് പറഞ്ഞു. പിന്നെ ഞാനും ഇത് ഒരെണ്ണം കുറെ നാളായിട്ട് മീഷോയിൽ ഇങ്ങനെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു എടുക്കണമെന്ന് ഓർത്തി. ഇങ്ങനെ ഐസ്ക്രീമോ പോലെ എന്തെങ്കിലും ഇതിനകത്തൊന്ന് ജ്യൂസോ അങ്ങനെ എന്തെങ്കിലും നമ്മളാക്കി ഫില്ല് ചെയ്തിട്ട് ഇങ്ങനെ ആക്കുമ്പോഴേ ആ മോൾഡ്. അപ്പൊ അതൊരെണ്ണം എടുത്തേ. അപ്പൊ നിങ്ങൾ വിശാൽ മാർട്ട് കണ്ടില്ല, ഭയങ്കര സിമ്പിൾ ആയിട്ട് വിലയെല്ലാം ഭയങ്കര നിസ്സാര വിലയായിട്ട് എല്ലാ സാധനത്തിനും. ഇതിന് എത്രയാണ് ഞാൻ പറയാവേ, ഇതിന് 153 രൂപ, ഇതിന് 153 അത്രേ ഉള്ളൂ കേട്ടോ. ഇത് ആദ്യകുട്ടന്റെ അന്ന് ടോയ് ആണെന്നോർത്ത് ആദ്യം എടുത്തതായിരുന്നു. ഓക്കെ. പിന്നെ ഒരു ബിസ്ക്കറ്റ് അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാട്ടോ ആദ്യകുട്ടനെ മേടിച്ച ലഞ്ച് ബോക്സ്. അവിടെ ഞങ്ങൾ ഒത്തിരി നോക്കിയിട്ട് ഞങ്ങൾക്ക് ഓരോന്നും നോക്കുമ്പോൾ ഇവനൊന്നെങ്കിൽ അത് ഓപ്പൺ ചെയ്യാനും പാടായിരിക്കും, അല്ലെങ്കിൽ അത് അടയ്ക്കാൻ പാടായിരിക്കും, അങ്ങനെ എന്തെങ്കിലും. അല്ലെങ്കിൽ ഒത്ത് വരുമ്പോഴത്തേനും അത് സ്റ്റീൽ ആയിരിക്കത്തില്ല, പ്ലാസ്റ്റിക് ആയിരിക്കും. പ്ലാസ്റ്റിക്കിൽ കൊടുത്തു വിടാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അങ്ങനെ ഓരോരോ. പിന്നെ ഞങ്ങൾ ഓർക്കുന്ന അവിടുന്ന് നമുക്ക് ഓൺലൈനിൽ നിന്ന് വല്ല ഓർഡർ ചെയ്താൽ നോർത്തു. പക്ഷെ അതും കിട്ടാൻ പാടാണല്ലോ. അപ്പൊ അത് പറഞ്ഞ പോലെ അതുകൊണ്ട് നടന്നില്ല. പിന്നെ കൈ കിട്ടിയ ഒരെണ്ണം എടുത്തത്. പറ്റുമോന്നൊന്നും അറിയത്തില്ല ഇവനെ കൊണ്ട് എന്നാണെങ്കിൽ. പിന്നെ ടീച്ചേഴ്സിനോട് വല്ലതും പറഞ്ഞാൽ ചിലപ്പോൾ ഓപ്പൺ ചെയ്തൊക്കെ കൊടുക്കുമായിരിക്കും, അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ. പിന്നെ ഇത് ആദ്യത്തെ ലഞ്ച് ബോക്സ് കണ്ടില്ലായിരുന്നല്ലോ, ആദ്യം കണ്ടില്ലായിരുന്നു കേട്ടോ. ഞാൻ സെലക്ട് ചെയ്തത് ബ്ലൂവാ. ഇത് സ്റ്റീലാട്ടോ അകത്ത്. പിന്നെ വേറെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് എടുത്തത്. ഓക്കെ. തൻ്റേത് തന്നെയാണ്. കാണിക്കട്ടെ അമ്മ, കാണിച്ചു ക്ലോസ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് നോക്കാം, മാമിനോട് പറയാം. ഇതാണ് ആദ്യക്കുട്ടന്റെ ലഞ്ച് ബോക്സ്, ഫസ്റ്റ് ലഞ്ച് ബോക്സ്. ആദ്യക്കുട്ടൻ ആദ്യമായിട്ടാണ് ലഞ്ച് കൊണ്ടുപോകുന്നത്. മറ്റേ സ്നാക്സ് ആയിട്ട് എന്തെങ്കിലും കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. അപ്പം
പിന്നെ ഇത് സ്റ്റീലായിട്ടുണ്ട്, ഒരു വിട്ടൊരു സ്പൂണുണ്ട്. പിന്നെ അത് ഓപ്പൺ ചെയ്യാൻ അറിയാലോ, ഇവിടെ കൂടെ. പിന്നെ ഇത് ചെറിയ കറിപ്പാത്രമുണ്ട് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ട ക്വാളിറ്റി. ഇതിന്റെ റേറ്റ് ഇതിനും നിസ്സാര എത്ര വില ഉണ്ടായിരുന്നു കേട്ടോ. ഇത് 499. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതിനൊരു 300 സംതിങ് എങ്ങാണ്ടോ ഉണ്ടായിരുന്നു. 499 എഴുതിയേക്കുന്നത്, ഞാൻ ഓർക്കുന്നില്ല കേട്ടോ ശരിക്കും ഇതിന്റെ പ്രൈസ്. ബില്ലെടുത്ത് നോക്കി അറിയാം. എന്തായാലും അത്രേ ഉള്ളൂ റേറ്റ്. അപ്പൊ അത് ലഞ്ച് ബോക്സ് ആയി. ആയിക്കോട്ടെ, പിടിച്ചോ. ഓക്കെ നോക്കാവേ. പിന്നെ അടുത്തതായിട്ട് മേടിച്ചത് ഇത് പിന്നെ ബോട്ടിലാക്കിയിട്ട്, ഇത് പുതിയ പക്ഷെ ഇപ്പൊ വാങ്ങിച്ചല്ല കേട്ടോ. ഇത് വേണ്ടെന്നാ പറയുന്നത്. പക്ഷെങ്കില് ഇത് നല്ല സ്റ്റീലിന്റെ നല്ല ബോട്ടിൽ, പുതിയ ബോട്ടിലാണ്. അപ്പൊ ഞാൻ ഇത് തന്നെ കൊടുത്തുവിടാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അത് വേണ്ട, നീ പ്ലാസ്റ്റിക്കിന്റെ ഇതുപോലത്തെ മാത്രം ഉപയോഗിക്കത്തുള്ളൂ. ഞാൻ വഴക്ക് പറയും, ശരി 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 ഓക്കെ പറയട്ടോ. പിന്നെ ഞാന് ഇത് ആദ്യക്കുട്ടനൊരു എന്താ നമ്മുടെ ബുക്കൊക്കെ പൊതിയുന്ന ഒരു കവർ ചെയ്യുന്ന ഒരു പേപ്പർ മേടിച്ച്, റാപ്പർ. അത് പ്ലെയിൻ ആയിട്ടോ, ടൂത്ത് പേസ്റ്റ് അല്ല. അതൊരു പിന്നെ ഇത് നമ്മുടെ ഇതവർക്ക് നാപ്കിൻ, ഇത് പൊതിഞ്ഞു കൊടുത്തു വിടാൻ, പൊതിയാൻ പറ്റത്തില്ല, ഇത് ചെറുതാണ്. അപ്പൊ ജസ്റ്റ് ഒന്ന് അതിന്റെ കൂടെ വെച്ച് കൊടുത്താൽ മതി. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അങ്ങനെയാണ് ഈ പാത്രത്തിന്റെ കൂടെ അതുകൂടെ ഒന്ന് വെച്ച് കൊടുത്തു വിടും. ഇതിന് 99 കേട്ടോ, 99 റുപ്പീസേ ഉള്ള. ഇതില് 10 എണ്ണം ഉണ്ട്. 10 എണ്ണത്തിന്റെ ഒരു സെറ്റിന് 99 രൂപ. ഇത് ലാഭമാണ്. അതിനെനിക്ക് വീഡിയോ കാണുന്നുണ്ട് ആദ്യമായിട്ടൊക്കെ ഇരിക്കും. ഓക്കെ, ഇതിനപ്പം 99 ആണ്. പിന്നെ ഞാന് എനിക്ക് വേണ്ടി എടുത്ത സാധനങ്ങളാണ്. ഇതൊന്നും ഇല്ല, 2 പാത്രം. ഇതൊരു ഭയങ്കര ലാഭമായിട്ട് എനിക്ക് തോന്നി. ഇത് 93 റുപ്പീസ്, 93 രൂപയുള്ളൂ കേട്ടോ ഈ ഒരു പാത്രത്തിന്. പിന്നെ എന്താണ്, ഒരു ചുമ്മാ ഒരു ചോറ്റും പാത്രം. ഇതിന് 149 എഴുതിയത്. പക്ഷെ ഇതിനും 91 രൂപ ഇതിനുണ്ടായിരുന്നുള്ളൂ കേട്ടോ. വേണ്ട, വലിയ വെയിറ്റോ കാര്യമൊന്നുമില്ല. പക്ഷെ ഇതിനൊരു കുഴപ്പമില്ല. കാരണം ഞാൻ നേരത്തെ വിശാൽ മാർട്ടിൽ നിന്ന് ഇതുപോലെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ പാത്രങ്ങള്. 2 ചെറിയ ബേസ് പോലത്തേക്ക്. അത് ഇപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്, ഒത്തിരി നാളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതിന് വെയിറ്റ് ഇല്ലെന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, നല്ല പാത്രം തന്നെ കേട്ടോ. അപ്പൊ അത് വാങ്ങിച്ചായിരുന്നു. പിന്നെ ഇത് ഒരു കേക്ക് മോൾഡ്. ഇനി കുറേ നാളായിട്ട് വാങ്ങണോ വേണ്ടയോ മീഷോയിൽ ഫ്ലിപ്കാർട്ടിൽ ഇങ്ങനെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താണെങ്കിലും അത് കണ്ടപ്പോ അത് വെച്ച് ഞാൻ റൗണ്ടും ഉണ്ടായിരുന്നു. ഞാൻ ഒരു ഹാർട്ട് ഷേപ്പ് ആയിട്ടൊന്ന് ഓർത്തത് വെച്ച്. ഇതിൽ 93 രൂപയുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഒരു ഹാർട്ട് കേക്ക്. അപ്പൊ ഇത്ര സാധനം ഇന്ന് അവിടുന്ന് മേടിച്ചുള്ളൂ. അപ്പം എന്താ, ബാംഗ്ലൂര് നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ വിശാൽ മാർട്ടിലൊക്കെ പോവാണെങ്കിൽ ഇതുപോലെ നമുക്ക് നല്ല റീസണബിൾ ആയിട്ടുള്ള പ്രൈസിൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടും കേട്ടോ. ഇപ്പൊ നമുക്ക് കോട്ടയത്തും ആയിട്ടുണ്ടെന്നാ പറയുന്നത് വിശാൽ മാർട്ട്. അവിടെ സെയിം ആയിരിക്കും, ഇവിടെ തന്നെയാണല്ലോ, റേറ്റൊക്കെ സെയിം ആയിരിക്കും. അപ്പൊ അങ്ങനെ ഞങ്ങൾ പോയിട്ട് വന്നു. ഐസ്ക്രീം മോൾഡിനുണ്ടല്ലോ 59 രൂപ ഉണ്ടായിരുന്നുള്ളേ. ഞാൻ അത് കഴിഞ്ഞ് ബില്ല് നോക്കിയപ്പോഴട്ടോ വില കണ്ടത്. പിന്നെ ഇതെന്നാന്ന് വെച്ചാണല്ലോ, നമ്മളൊരു സെറ്റിയും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ. ഇവിടെ ഒരു ഫർണിച്ചർ ഷോപ്പിൽ പോയിട്ട് ഇന്നലെ നമ്മൾ വാങ്ങിച്ചിട്ട് ഇന്നിപ്പോൾ അവർ കൊണ്ടുവന്ന് തരുന്നത്. അപ്പോൾ അതിന് മുന്നേ അവരിപ്പോൾ വിളിച്ചു പറഞ്ഞു കൊണ്ടുവരുന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പഴയ സെറ്റ് അങ്ങോട്ട് നീക്കിയിട്ടിട്ട് ബാക്കി അവിടെ തൂത്തെല്ലാം വാരും, മുഴുവൻ പൊടിയാണല്ലോ. അപ്പോൾ ഞങ്ങൾ കുറച്ചായി ഇത് മേടിക്കണം ഓർക്കും. മറ്റേ നമ്മൾ ഉദ്ദേശിച്ച ഒരു ടൈപ്പേ ആയിരുന്നില്ലേ, അത് ഫ്ലിപ്കാർട്ടിൽ നിന്നോ ആമസോണിൽ നിന്നോ എന്തോ മേടിച്ചതാണ്. വന്നപ്പം അതിന് ക്വാളിറ്റിയൊക്കെ കുറവാണ്. പിന്നെ ഒന്ന് റിട്ടേൺ ചെയ്തില്ല. അപ്പം അന്ന് തൊട്ട് ഇത് മേടിക്കണമെന്നിങ്ങനെ ഓർത്തോണ്ടിരിക്കുമായിരുന്നു. പിന്നെ ഇനിയും എല്ലാം കൂടെ സ്പേസ് കാണത്തില്ല, അങ്ങനെയൊക്കെ ഓർത്ത് മേടിക്കാതെയൊക്കെ വെച്ചിരുന്നു. പിന്നെ ഓർത്ത് നമുക്ക് ഒരു ബെഡ്റൂമിലെ നമ്മൾ കട്ടിലിട്ടിട്ടുള്ളൂ, ഇവിടെ ആരും വരുന്നൊന്നും ഇല്ലാത്തതുകൊണ്ട്. അപ്പം ഇനിയിപ്പോൾ ഇൻ കേസ് ആരെങ്കിലും വരുവാണെന്നുണ്ട് ഇവത്തേലൊക്കെ വേണേലും കിടക്കുമോ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അങ്ങനെ എന്തായാലും അതങ്ങ് വാങ്ങിച്ച് കുറേ നാളായിട്ട് വേണമെന്ന് ഓർത്തിരുന്നൊരു സാധനമായിരുന്നേ. അങ്ങനെ അതെല്ലാം കൊണ്ടിട്ട് അതിൻ്റെ ഭംഗിയെല്ലാം കുറേ നേരം കണ്ട് പിന്നെ ഞങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചു, ചോറ് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ രാവിലെ കുറച്ച് തുണി മെഷീനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാം എടുത്ത്
അയ്യലിട്ടു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ 3 പേരും കിടന്ന് ഉറങ്ങി കേട്ടോ. 3 ആദ്യക്കുട്ടൻ കിടന്നില്ല, ഞങ്ങൾ 2 കിടന്ന് നന്നായിട്ട് ഉറങ്ങി. ആദ്യം അവിടെ ഇരിക്കുമായിരുന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഉറക്കം കഴിഞ്ഞ് ഏറ്റു വന്ന് ഞാൻ നാളത്തേന് ആദ്യക്കുട്ടൻ പറഞ്ഞ ലഞ്ച് ബോക്സിൽ എന്തോ ഫ്രൈഡ് റൈസിൻ്റെ എന്തോ പടമുണ്ട്, അപ്പോൾ അവന് അത് മതി നാളെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞപ്പോൾ അതിനുള്ള വെജിറ്റബിളൊക്കെ ഒന്ന് അരിഞ്ഞ് വെച്ചേക്കാന്ന് ഓർത്ത്. രാവിലത്തേന് എളുപ്പമുണ്ടല്ലോ. അതുപോലെ ഹസ്ബൻഡിന് ചപ്പാത്തി മുട്ടക്കറിയും മതി. അപ്പം അതിനുള്ള മുട്ടക്കറിക്കുള്ള ഉള്ളിയും എല്ലാം അങ്ങ് അരിഞ്ഞ് സെറ്റാക്കി. അപ്പോൾ പിന്നെ രാവിലെ എളുപ്പമുണ്ടല്ലോ, തലേദിവസം സമയം കിട്ടുമ്പോൾ അങ്ങ് ചെയ്ത് വെക്കുവാണ്. അപ്പം നാളെ എങ്ങനെയാണെന്നും അറിയത്തില്ല, ഫസ്റ്റ് ഡേയാ ആദ്യക്കുട്ടിനൊക്കെ ഫുഡും ഒക്കെ കൊടുത്തു വിടാൻ പോകുന്നത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞാൻ ചെന്ന് നോക്കിയപ്പോഴത്തേനും ആദ്യക്കുട്ടിനോട് TV ഓഫ് ചെയ്ത് വെക്കാൻ ഞാൻ പറഞ്ഞായിരുന്നേ. ചെന്ന് നോക്കിയപ്പോൾ നല്ല ഉറക്കം കേട്ടോ, സെറ്റിയെ തന്നെ കിടന്ന് അങ്ങ് ഉറങ്ങിപ്പോയി. ഇപ്പം പകലാണെ ആദ്യം കിടക്കുന്നതേ ആയിരുന്നില്ല. ഇപ്പം സ്കൂൾ വൈകുന്നേരം വരെ ഉണ്ട്, 3 മണി വരെ ഉണ്ട്. അതുകൊണ്ട് പിന്നെ പകൽ കിടന്നില്ലെങ്കിലും കുഴപ്പമില്ല. ഇന്നിപ്പോൾ നോക്കിയപ്പോൾ പക്ഷേ അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി കേട്ടോ. TV കാണാതെ TV നിർത്തി വെച്ചോണ്ടാ, അല്ലേ ഉറങ്ങത്തുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് ഒരു 6 മണി ആവാറായപ്പോഴത്തേനും ദേണ്ട പോയി കുട്ടി പൊക്കുക. ഇനിയിപ്പോൾ കിടന്നു കഴിഞ്ഞാൽ ശരിയാവത്തില്ല, രാത്രിക്ക് ഉറങ്ങത്തില്ല. അങ്ങനെ ആദ്യക്കുട്ടനെ ഓരോന്നൊക്കെ പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ച് പിന്നെ അതേണ്ട സന്ധ്യയായപ്പോൾ ഞങ്ങൾ ചായ കൂടി എല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ നാളെ ആദ്യക്കുട്ടന് സ്കൂളിൽ പോകണമല്ലോ. അപ്പോൾ അവൻ്റെ ഒരു റഫ് ബുക്ക് കൊടുത്തു വിടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ആ കൊടുത്തു വിടാനുള്ള ബുക്കിൽ അവൻ്റെ പേരൊക്കെ എഴുതി എല്ലാം ഒന്ന് പൊതിഞ്ഞ് റാപ്പറൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് കൊടുത്തു വിടുക. അപ്പോൾ എനിക്ക് ബുക്കൊക്കെ എടുത്ത് പേരൊക്കെ എഴുതിയപ്പോഴത്തേനും ഭയങ്കര നമ്മളൊക്കെ പഠിച്ച ഒരിത് ഓർമ്മ വരും. എത്ര പെട്ടെന്ന് എല്ലാം കഴിഞ്ഞു പോയി. ഇങ്ങനെ ഓരോ സ്കൂളിലെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഭയങ്കര മിസ്സിങ്ങാണ്, നൊസ്റ്റാൾജി വരും. അങ്ങനെ വേണ്ട ആദ്യക്കുട്ടൻ്റെ പേരൊക്കെ എഴുതി കൊടുത്തു. അപ്പോൾ ആദ്യക്കുട്ടൻ ഇടയ്ക്കൂടെ നടന്ന് എന്നോട് എന്താണ്ടൊക്കെ പറയുന്നുണ്ട് നാളത്തേനുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അവൻ്റെ ബുക്കൊക്കെ പൊതിഞ്ഞ് അതെടുത്ത് ബാഗിൽ വെച്ച് പിന്നെ ഒരു പെൻസിലും റബ്ബറും എല്ലാം ഓരോന്ന് കൊടുത്തു വിടണമെന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. മെസ്സേജ് നമുക്ക് വരുമല്ലോ സ്കൂളിൽ നിന്ന്. അങ്ങനെ അതെല്ലാം കയ്യോടെ രാത്രി തന്നെ സെറ്റാക്കി യൂണിഫോമും സോക്സും എല്ലാം എടുക്കാൻ പാകത്തിന് എല്ലാം അങ്ങ് ആക്കി വെച്ച് പിന്നെന്താ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഇനിയിപ്പോൾ നേരത്തെ കയറി കിടക്കണം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇത് കുറച്ച് ലോങ് ആയിരുന്നു എന്ന് തോന്നുന്നു എന്നത്തേക്കാട്ടിലും. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ചാനലൊന്ന് സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണേ. ബൈ.